സൗഖ്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശാലോ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ സീനിയർ കൺസൾട്ടൻ്റായി കഴിഞ്ഞ 33 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു തിരുവചനത്തോടെ നമുക്ക് ആരംഭിക്കാം. കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖപ്പെടും. കർത്താവെ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. എന്തെന്നാൽ അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു തിരുവചനമാണിത്. ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്തോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് താരൻ, ഇന്ദ്രലുപ്തം അല്ലെങ്കിൽ അലോപേഷ്യ എന്ന് പറയുന്ന 2 അസുഖങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തേത് താരൻ. എന്താണ് താരൻ എന്ന് പറയുന്നത്? ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ്. എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നത്തിൻ്റെ കാരണം എന്താ? ഇതൊരു സൗന്ദര്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. എന്താണ് താരൻ? തലയോട്ടിയിലെ ഇളകി നിൽക്കുന്ന കോശങ്ങളാണ് താരൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ തലയോട്ടിയിൽ 4 ലക്ഷം മുതൽ 5 ലക്ഷം വരെ കോശങ്ങൾ ഇളകുന്നുണ്ട്. അത് കൂടുതലായിട്ട് 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെ കോശങ്ങൾ ഇളകുന്ന അവസ്ഥ, ഓവറായിട്ട് കോശങ്ങൾ ഇളകുന്ന അവസ്ഥയാണ് നമ്മൾ താരൻ എന്ന് പറയുന്നത്. ഈ താരൻ എന്ന് പറയുന്നത് അവസ്ഥ സാധാരണ രീതിയിൽ ഇത് അധികരിക്കുമ്പോൾ മറ്റ് പല കോംപ്ലിക്കേഷൻസിലേക്കും ഇത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് സ്ത്രീകളെക്കാൾ കൂടുതലായിട്ട് ഈ അവസ്ഥ കൂടുതൽ കാണുന്നത് ഇത് പുരുഷന്മാരിലാണ്. ഇനിയും ഈ അവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് തലയിലുള്ള ഫംഗസാണ്. 2016 സ്റ്റഡി അനുസരിച്ചിട്ട് പറയുന്നത് ബാക്ടീരിയയും ഇതിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. ചില തരത്തിലുള്ള ബാക്ടീരിയകൾ, അതിന് ഉദാഹരണം സ്റ്റഫിലോകോക്കസ് ബാക്ടീരിയ അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്. അപ്പോൾ തലയിൽ പിന്നെ അഴുക്ക് അടിഞ്ഞുകൂടി അത് മുടിയുടെ ഇടയിൽ തങ്ങി നിന്ന് അതും ഇതൊരു രോഗമായിട്ട് താരനായിട്ട് മാറുന്നുണ്ട്. പിന്നെ ചില പോഷകങ്ങളുടെ വിറ്റമിൻ ബി, റൈബോഫ്ലാവിൻ ഇതിൻ്റെ കുറവ് കൊണ്ടും താരനുണ്ടാകുന്നുണ്ട്. ചില ഔഷധങ്ങളുടെ പാർശ്വഫലമായിട്ടും ഇതുണ്ടാകുന്നുണ്ട്. ഇനി ഏതൊക്കെ ഏജ് ഗ്രൂപ്പിനാണ് ഇതുണ്ടാകുന്നത്? അതായത് യുവത്വം 15 മുതൽ 45 വയസ്സ് വരെയുള്ള ആ പ്രായക്കാർക്കാണ് സാധാരണ രീതിയിൽ ഈ താരൻ ഉണ്ടാകുന്നത്. പിന്നെ കൂടുതൽ ആർക്കാണ് ഉണ്ടാകുന്നത്? സ്ത്രീകളെക്കാൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പുരുഷന്മാർക്കാണ്. ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്താണ്? റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രോഗങ്ങളുള്ളവർക്ക് താരൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപസ്മാര രോഗി, ഹൃദ്രോഗി, അമിത തടിയുള്ളവർ, ഡയബറ്റിക് രോഗി, കമ്പവാതമുള്ളവർ, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ പോഷകാഹാരങ്ങളുടെ കുറവുള്ളവർ, പിന്നെ അതുകൊണ്ട് മലബന്ധമുള്ളവർ, ഇങ്ങനെയുള്ള ഒരുപാട് രോഗികൾക്ക് ഈ അസുഖം ഉണ്ടാവാനായിട്ട്, താരൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ധാരാളമാണ്. പിന്നെ മറ്റൊരു അവസ്ഥ പറയുന്നത്, ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പറയുന്നത്, ഇത് മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, മുടി കൊഴിയും. സോറിയാസിസിലേക്ക് അത് നയിക്കുന്ന കാണാം. ചില കേസുകൾ സോറിയാസിസിലേക്ക് അത് നീങ്ങുന്നത് കാണാം. പിന്നെ അതോടൊപ്പം തന്നെ സ്കാൽപ്പ് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്, തലയോട്ടിയിൽ ഇൻഫെക്ഷൻ വരും. മറ്റൊരു ഇതായിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് പറയുന്നത് കണ്ണിൽ ചുവപ്പ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അതുപോലെ കണ്ണിൽ ഇൻഫെക്ഷൻസ് അടക്കം വരുന്നുണ്ട്. പിന്നെ കൺപുരികത്തിലൊക്കെ നമുക്കറിയാം ഈ താരൻ വന്ന് നിൽക്കണതാണ്. പിന്നെ മുഖക്കുരു വരുന്നുണ്ട്. മുഖക്കുരു മാത്രമല്ല, ഇത് പുറത്ത് നമ്മുടെ നട്ടെല്ലിൻ്റെ വശത്തായിട്ട് കുരുക്കൾ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ രീതിയിലുള്ള കോംപ്ലിക്കേഷനായിട്ട് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്? എന്നിട്ട് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? അതായത് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഈ സോറിയാസിസും താരനും തമ്മിൽ ഡിസൈൻമെൻറ്റ് നമ്മൾ വ്യത്യാസപ്പെട്ട് മനസ്സിലാക്കണം. താരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുടി ഇങ്ങനെ ഇളക്കുമ്പോൾ ചെറിയ പൊടി പോലെയാണ് വരിക താരൻ. അത് സോറിയാസിസ് ആണെങ്കിലോ ശൽക്കങ്ങളായിട്ട് ഇങ്ങനെ മീനിൻ്റെ ചതമ്പൽ പോലെ പൊഴിഞ്ഞു വീഴും. നമ്മൾ രോഗിയോട് ചോദിക്കും, പൊടിയായിട്ടാണോ ശൽക്കമായിട്ട് ചതമ്പൽ പോലെയാണോ നിങ്ങളുടെ തലയിൽ നിന്ന് കൊഴിഞ്ഞു വീണെന്ന് ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് പറയും ശൽക്കമായിട്ടാണ് കൊഴിഞ്ഞു വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോറിയാസിസ് ആണ്. അല്ല, അത് പൊടി പോലെയാണെങ്കിൽ അത് താരനാണ്. നമ്മളിങ്ങനെ ഒരു അറ്റം കൂർത്തൊരു സാധനം കൊണ്ട് പതുക്കെ മുടിയുടെ അടുത്ത് ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാം താരനാണെങ്കിൽ പതുക്കെ പൊടി പോലെ വരുന്ന കാണാം.
അപ്പോൾ അതിന് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് ദുർദൂരപത്രാതി വെളിച്ചെണ്ണ നമ്മൾ കൊടുക്കും. അതുപോലെ സോറ ക്യാപ്സൂൾ കൊടുക്കും. നല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ അലേറിൻ ടാബ്ലറ്റ് കൊടുക്കും. പിന്നെ ഉള്ളിലേക്ക് നല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ കതിരാരിഷ്ടവും അരങ്ങുതാരിഷ്ടമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ തലയിൽ നമ്മൾ സാധാരണ ഫിക്കോസാൻ ഷാമ്പു തേക്കാൻ പറയും. ഈ ചെറുപയറിൻ്റെ പൊടിയിട്ട് തേക്കുന്നത് കുറച്ചുകൂടി ഉത്തമമാണ്, കടലമാവ്. ഇനി ചില കേസിൽ നമ്മൾ ഈ സ്കർഫോൾ ലോഷൻ പുരട്ടി ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് തല കഴുകി കളയാൻ പറയും. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻറ്റേർണലായിട്ട് കൊടുക്കുന്ന ഔഷധങ്ങൾ. ഇനി നമ്മളൊരു സൊറാലിൻ ഓയിൽ എന്ന് പറയും. അത് നമ്മൾ ഒരു ഒറ്റമൂലി എണ്ണയാണ്, അത് വീട്ടിലുണ്ടാക്കാൻ പറ്റിയതാണ്. അതായത് 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 250 ഗ്രാം 1/4 കിലോ ഈ നമ്മൾ ദന്തപ്പാലയുടെ ഇല അത് ഇരുമ്പ് തൊടാതെ മുറിച്ചിടണം. ഇരുമ്പ് തൊടാൻ പാടില്ല, കത്തി ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ വിരലുകൾ കൊണ്ട് നന്നായിട്ട് ഈ ഇല തുടച്ച് വിരലുകൾ കൊണ്ട് ചെറിയ പീസാക്കിയിട്ട് 1 കിലോ എണ്ണയിൽ 1 ലിറ്റർ എണ്ണ എടുത്തിട്ട് അതായത് 4/1 250 ഗ്രാം ഈ ദന്തപ്പാലയുടെ ഈ ഇല മുറിച്ചിട്ട് 7 ദിവസം 7 മണിക്കൂർ വീതം വെയിൽ കൊള്ളിക്കണം. എന്നിട്ട് അത് 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് ആ ഇലയൊക്കെ നമ്മൾ കരിഞ്ഞ പോലെയാവും, ഉണങ്ങിയ പോലെയാവും. അതെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്ത് വെക്കണം. നല്ല ഉണങ്ങിയ പാത്രത്തിൽ എടുത്ത് വെക്കുക. ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് സൊറാലിൻ ഓയിൽ എന്ന് പറയും. സൊറാലിൻ സോറിയാസിസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് താരനും പല കേസുകളിലും ഉപകാരപ്പെടുന്നുണ്ട് സൊറാലിൻ ഓയിൽ. ദന്തപ്പാല വെളിച്ചെണ്ണ എന്ന് പറയും പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ കുറച്ച് നമ്മൾ ഒറ്റമൂലികൾ പറയുന്നുണ്ട്. തേങ്ങാപ്പാലിൽ നമ്മൾ ചെറുനാരങ്ങ ചേർത്ത് തലയിൽ തേക്കുക. പിന്നെ ചെറുപയറിൻ്റെ പൊടി തേക്കുക. ചെറുപയറിൻ്റെ പൊടി നമ്മൾ കഞ്ഞിവെള്ളത്തിൽ തേക്കുക. ശീഖക്കായ്പൊടി കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കുക. കടുകെണ്ണ വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് നമ്മൾ തലയിൽ തേക്കുക. ഉലുവ അരച്ച് തേച്ച് പേസ്റ്റാക്കി തലയിൽ തേക്കുക. ഉലുവ വെളിച്ചെണ്ണയിൽ ഇതാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ നന്നായി കുറച്ച് 21 ദിവസം അടുപ്പിച്ച് തലയിൽ തേക്കുക. പിന്നെ മഞ്ഞൾ കടുകെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് തേക്കുക. പിന്നെ പാളയംകുടം പഴം നന്നായിട്ട് കുഴമ്പ് പോലെയാക്കിയിട്ട് തലയിൽ തേച്ച് കൊടുക്കുക. പിന്നെ സബോളയുടെ നീര് എടുത്തിട്ട് അത് തലയിൽ തേക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഒറ്റമൂലികളാണ്. ഈ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒറ്റമൂലി ഈ മുരിങ്ങയുടെ തളിരിലെയും കഞ്ഞിവെള്ളത്തിൽ അരച്ച് പേസ്റ്റാക്കിയിട്ട് അതിൽ ഒലീവ് ഓയിലും ഒലീവ് ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യണം. ഒലീവ് ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കണം. അത് ഒരു മാസത്തിൽ 2-3 വട്ടം തലയിൽ തേച്ച് പിടിപ്പിച്ച് കുറേ നേരം തലയിൽ വെക്കണം. തേച്ച് വെച്ച് എന്നിട്ട് ചെറുപയറിൻ്റെ പൊടി ഇട്ടിട്ട് നമ്മൾ തല കഴുകി കളയുക. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കൊടുക്കുന്ന ഒറ്റമൂലി പ്രയോഗങ്ങൾ. ഈ പറഞ്ഞതൊക്കെയാണ്. പിന്നെ നമ്മൾ പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ താരനുള്ളവർ ഉപയോഗിച്ച ചീപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ വേറൊരാൾ തല ഈരരുത്. പിന്നെ തല നന്നായിട്ട് ക്ലീനായിട്ട് നമ്മൾ തല സൂക്ഷിക്കണം. പിന്നെ ഈ ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്കിരുന്നിട്ട് അത് ലെയറായിട്ട് അഴുക്ക് പിന്നെ വിയർപ്പെല്ലാം കൂടി അടിഞ്ഞിട്ടാണ് ഈ പാടകളായിട്ട് നമ്മുടെ ഈ താരൻ എന്ന് പറയുന്നത് തന്നെ ഉണ്ടാവുന്നത് തന്നെ അങ്ങനെയാണ്. ശിരോചർമ്മത്തിലെ അഴുക്കാണ് അടിഞ്ഞുകൂടി താരനായിട്ട് രൂപപ്പെടുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ദ്രലുപ്തം എന്ന് പറയുന്ന ഒരു അസുഖമാണ്. എന്താണ് ഇന്ദ്രലുപ്തം? അലോപേഷ്യ എന്ന് പറയും. അതായത് നമ്മുടെ തലയോട്ടിയിൽ വട്ടത്തിൽ ഒരു രൂപ വട്ടത്തിലോ 10 പൈസ വട്ടത്തിലോ മുടിയെ അതിൻ്റെ കടയപ്പാടെ കൊഴിഞ്ഞ് പോയി കംപ്ലീറ്റ് തല ആ വട്ടത്തിൽ മുടിയേ ഉണ്ടാകില്ല. അങ്ങനത്തെ ഒരു അസുഖമാണ് ഈ ഇന്ദ്രലുപ്തം എന്ന് പറയുന്നത്. ഇതൊരു ത്വക്ക് രോഗമായിട്ടാണ് ഈ ആയുർവേദത്തിൽ ഇതിനെ പരിഗണിക്കുന്നത്. അതിൽ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വശത്ത് ഒരു ഭാഗത്ത് മാത്രമേ മുടി കൊഴിഞ്ഞു പോവുള്ളൂ. ഇനി അലോപേഷ്യ ഏരിയേറ്റ എന്നുള്ളതാണ് ഒരു വശത്ത് പോകുന്നത്. അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളിൽ തലയോട്ടിയിൽ മുടി കൊഴിഞ്ഞു പോകുന്നതിനെയാണ് അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയുന്നത്. ഇനി അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറയുന്നത് തലയോട്ടിയിലെ മുടി കൊഴിഞ്ഞു പോകുന്നത് മാത്രമല്ല ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കൂടി മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന അസുഖമാണ് ഈ അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറയുന്നത്. ഇനിയും ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ്, ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി, ജനറ്റിക് ഫാക്ടർ, ഫാമിലി ഹിസ്റ്ററി, പിന്നെ ചില പോഷകാഹാരങ്ങളുടെ കുറവ്,
ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പിന്നെ ചില മെഡിസിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ടൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ നമ്മുടെ ഹെയർ ഫോളിക്കിൾ, അതായത് നമ്മുടെ ഈ മുടിയുടെ എന്താ പറയണത്, മുടിയുടെ കട എന്ന് പറയും നമ്മൾ, ഇതിൻ്റെ റൂട്ട്, ഹെയർ ഫോളിക്കിൾ അത് ഡാമേജ് ആവും. അങ്ങനെ ഡാമേജ് ആവുമ്പോൾ ആ വശങ്ങളിൽ ചൊറിച്ചിലുണ്ടാവും, ഒരു പുഴു അരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ കടയോട് കൂടിയിട്ട് മുടി കണ്ട് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത് സാധാരണ രീതിയിൽ ചെറുപ്പക്കാരിൽ ഒരുപാട് പേർക്ക് ഇത് കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരു പ്രീസ്റ്റ് എൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അച്ഛനായിട്ട് ഒരു 2 മാസമായിട്ടുള്ളൂ, ഒരു 27-28 വയസ്സുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ വട്ടത്തിൽ 5-6 സ്ഥലത്ത് മുടി കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി, ഒരു പ്രത്യേകമായിട്ട് തോന്നി എനിക്ക്. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല ഈ ഏജിൽ. ഒരു വശത്തൊക്കെ ഉണ്ട്, ഒരു പാച്ചിലൊക്കെ ഉണ്ടാവും. ഇത് 2, 3, 4, 5 പാച്ചിൽ വലിയ വട്ടത്തിൽ കൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞത് ആളുടെ അപ്പനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ജനറ്റിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കിലാക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഉള്ളത്, ഈ ചുവന്നുള്ളി അരിഞ്ഞ് ചൂടാക്കിയിട്ട് അവിടെ പുരട്ടി അത് പുരട്ടുന്നത് നല്ലതാണ്. രണ്ടാമത്തത് ഈ പാറത്തിൻ്റെ ഇല അല്ലെങ്കിൽ ഉമ്മത്തിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട്, തേക്കിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് ആ വട്ടം മുടി കൊഴിഞ്ഞു പോയിട്ട് ഉരയ്ക്കണം. ഉരച്ച് ചോര പൊടിയുന്നവരെ ഉരയ്ക്കണം. എന്നിട്ട് ചോര തുടച്ച് കഴിഞ്ഞിട്ട് മന്ദാര ലേപം പുരട്ടണം. ഇത് അങ്ങനെ ഒരു ആഴ്ചയിൽ 2 വട്ടം, അങ്ങനെ മാസത്തിൽ 3-4 വട്ടമായിട്ട് നമ്മൾ അത് ചെയ്യാം. പിന്നെ ഇന്ദ്രലുപ്ത ലേപം, ഹസ്തിദന്തമഷി, ചെമ്പരത്യാദി വെളിച്ചെണ്ണ, ദുർദൂരപത്രാദി വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഇതിന് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് പ്രച്ഛാനം എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ ഫാദർ വന്നു കഴിഞ്ഞപ്പോൾ ആ ഫാദറിന് ഞാൻ ഈ കൂർത്ത മുള്ള്, ഈ സർജിക്കൽ ബ്ലേഡും കൊണ്ട് ആ വട്ടത്തിൽ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ കുത്തും. നന്നായിട്ട് സ്പിരിറ്റ് ഇട്ട് നന്നിട്ട് തുടച്ചതിന് ശേഷം നന്നായിട്ട് കുത്തി, ഒരുപാട് വട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിനെ അനസ്തീസിയായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് വേണം അതിൻ്റെ ഈ പ്രിക്ക് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ പ്രിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ബ്ലീഡിങ് വരും. ബ്ലീഡിങ് വന്നു കഴിയുമ്പോൾ അത് നന്നായിട്ട് നമ്മൾ തുടച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് അവിടെ നമ്മൾ ഹസ്തിദന്തമഷി അല്ലെങ്കിൽ ഇന്ദ്രലുപ്ത ലേപം അല്ലെങ്കിൽ മന്ദാര ലേപം, ഗുഞ്ചാ തൈലം എന്ന് പറഞ്ഞിട്ട് കുന്നിക്കുരു, ഗുഞ്ച എന്ന് പറഞ്ഞാൽ കുന്നിക്കുരുവാണ്, കുന്നിക്കുരു ചേർത്തിട്ടുള്ളൊരു തൈലമാണത്. ഗുഞ്ചാ തൈലമൊക്കെ പുരട്ടി കൊടുത്ത് അങ്ങനെ ഈ ഫാദറിനെ അതിനകത്തുനിന്ന് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ ആയുർവേദത്തിൽ ഇന്ദ്രലുപ്തത്തിന് നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് നല്ല ഫിസിഷ്യനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. സിമ്പിൾ നമ്മളുടെ പൊടിക്കൈയൊന്നും വെച്ച് ചെയ്യരുത്. അത് കൺസൾട്ട് ചെയ്തിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കാനായിട്ട്. സിസ്റ്റർ, തുടക്കത്തിൽ തന്നെ താരൻ തിരിച്ചറിഞ്ഞാൽ പൂർണ്ണമായ സൗഖ്യം നേടുവാൻ സഹായിക്കുന്ന ഒറ്റമൂലികളെ ഒന്ന് പരിചയപ്പെടുത്താമോ? അതായത് 1-2 ഒറ്റമൂലിയോടെ പറയാൻ സാധിക്കും. അതായത് തേങ്ങാപ്പാലും ചെറുനാരങ്ങ കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ ഇടയ്ക്കിടയ്ക്ക് പുരട്ടുക. അത് അടുപ്പിച്ച് ഒരു 3-4 ദിവസം പുരട്ടുക, എന്നിട്ട് തല കഴുകി കളയുക. പിന്നെ നമ്മൾ പച്ചക്കർപ്പൂരം വെളിച്ചെണ്ണയിൽ കാച്ചിയിട്ട് ആ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. പിന്നെ മൂന്നാമതായിട്ട് ഒരു റെസിപ്പി പറയാനായിട്ട് ഒലീവെണ്ണ ഇടയ്ക്ക് തലയിൽ തേച്ച് കൊടുക്കുക. അത് താരന് വളരെ ഇഫക്റ്റീവാണെന്നാണ് പറയുന്നത്. താരൻ കൂടുതലായി കണ്ടുവരുന്നത് എത്തരം ജീവിതശൈലിയുള്ള മനുഷ്യരിലാണ് എന്നുകൂടി ഒന്ന് പറഞ്ഞു തരാമോ? നമ്മൾ സാധാരണ വ്യായാമം കുറവുള്ളവർ, ഫ്രൂട്ട്സ് കഴിക്കാത്തവർ, മലബന്ധമുള്ളവർ, ഡ്രൈ സ്കിൻ ഉള്ളവർ, പിന്നെ വെള്ളം കൂടി കുറവുള്ളവർ, സ്ട്രെസ്സുള്ളവർ, ഇവർക്കൊക്കെ ഈ താരൻ വരാനുള്ള ടെൻഡൻസി വളരെയധികമായിരിക്കും. താരനെ തടയുവാൻ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? താരനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തല വൃത്തിയായിട്ട് സൂക്ഷിക്കണം, തല ഇടയ്ക്ക് എണ്ണ തേക്കണം, നേരത്തെ പറഞ്ഞ ദുർദുരപത്രാദി വെളിച്ചെണ്ണ, സൊറാലിന് ഓയിലൊക്കെ തേക്കണം, പിന്നെ തല നീറ്റാക്കി വെക്കണം. ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യായാമങ്ങൾ, ഫ്രൂട്ട്സുകൾ, വെള്ളം കുടിക്കൽ, പിന്നെ മലബന്ധം ഒഴിവാക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ മെഡിക്കേറ്റഡ് ഷാമ്പൂ അല്ലെങ്കിൽ ഈ നമ്മുടെ ചെറുപയർ അരച്ച് ചെറുപയറും അതുപോലെ തന്നെ ഈ തൈരിലൊക്കെ ചേർത്ത് തലയിൽ തേച്ച് കുളിക്കുന്നതൊക്കെ ഒത്തിരി ഇഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. താരനുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ? കാരണം അത് ഒരു സ്ഥലത്ത് ചികിത്സിച്ചില്ലെങ്കിൽ അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും കൂടി അതിൻ്റെ വ്യാപ്തി വരുന്നത് കൊണ്ടാണ് നമ്മളത് പെട്ടെന്ന് ചികിത്സിക്കണമെന്ന് പറയാനായിട്ടുള്ള കാരണം.
അതായത് എനിക്കിൻ്റെ ഒരു നല്ലൊരു ഒറ്റമൂലിയുണ്ട്, അതായത് തുളസി, വെറ്റില, തെച്ചിപ്പൂവ്, ഇത് 3 കൂടി എടുത്തിട്ട് ഈക്വൽ എടുത്തിട്ട് പേസ്റ്റ് ആക്കുക. പേസ്റ്റ് വെള്ളത്തിൽ അരയ്ക്കാം. ആ പേസ്റ്റിൻ്റെ കൂടെ പേസ്റ്റ് അന്ന് അരച്ച് ഒരു ലിക്വിഡായിട്ട് അത് അരച്ചിട്ട് ഒരു ജ്യൂസാക്കി എടുക്കുക. ആ ജ്യൂസ് ഇപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ 1 ഗ്ലാസ് വെളിച്ചെണ്ണ ചേർക്കണം. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കണം. അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് മൊരിഞ്ഞ് അത് വെളിച്ചെണ്ണ കാച്ചി അത് മൊരിഞ്ഞോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഉള്ളി മൂത്തും ഇങ്ങനെ വരും. അപ്പോഴാണ് അത് ആ എണ്ണ പാകമായെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ വെളിച്ചെണ്ണ അരിക്കണമെന്നില്ല, അത് കുപ്പിയിലാക്കി വെച്ച് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ താരന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളിപ്പോൾ താരനെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങൾ, അതെന്താണ്, അതിൻ്റെ റിസ്ക് ഫാക്ടർ, അതിൻ്റെ കോംപ്ലിക്കേഷൻ, അതിനെന്തൊക്കെ നമ്മൾക്ക് ഒറ്റമൂലികൾ ചെയ്യാം, എന്തൊക്കെ ചികിത്സ ചെയ്യാം, അതുപോലെ തന്നെ ഇന്ദ്രലുപ്തത്തിനെ കുറിച്ചും നമ്മൾ എന്തൊക്കെ അതിൻ്റെ കാരണങ്ങൾ, എന്തൊക്കെ ഒറ്റമൂലികളായിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇത് നിങ്ങൾ പരീക്ഷണമായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാതെ ചെയ്യരുത്. ഇതിലെല്ലാം തന്നെ എല്ലാവർക്കും വേണ്ട, ചിലർക്ക് ചിലതേ വേണ്ടൂ. അത് ഏത് വേണമെന്ന് അറിയുന്നത് ഡോക്ടറിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ഡിസേൺമെൻറ്റ് അത് വിവേചനം ചെയ്തിട്ട് വേണം ഇതിൻ്റെ തെറാപ്പി ഉപയോഗിക്കാനായിട്ട്. ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. നമ്മൾ ഒരുപാട് കേസുകൾ താരൻ, ഇന്ദ്രലുപ്തം, മുടി കൊഴിഞ്ഞു പോകുന്ന അലോപേഷ്യ എന്ന് പറയും, അതിന് കേസുകൾ വരുന്നുണ്ട്. ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അമല ആയുർവേദം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.